പറയുന്നത് നേരത്തെ തന്നെ ഈ ഒരു UDF-ന്റെ ഒരു മേഖലയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും 4 റൗണ്ടിലേക്ക് എത്തുമ്പോൾ അവിടെ 2317 വോട്ടിനാണ് UDF മുന്നിട്ട് നിൽക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് വ്യക്തമായ രീതിയിൽ തന്നെ ഒരു ലീഡ് നേടാൻ, ഒരു മേൽക്കൈ നേടാനായി 4 റൗണ്ട് എത്തുമ്പോൾ അവിടെ UDF-ന് കഴിയുന്നു എന്നത് തന്നെയാണ് പറയേണ്ടത്. തുടക്കം മുതൽ തന്നെ UDF-ന്റെ ഒരു ആധിപത്യം അല്ലെങ്കിൽ ഒരു മുന്നേറ്റം UDF-നുണ്ട്. പക്ഷേ അത് UDF പ്രതീക്ഷിച്ചൊരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. വഴിക്കടവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ UDF-ന് ആധിപത്യമുള്ളൊരു പഞ്ചായത്തായിരുന്നു. അവിടെ UDF-ന് വോട്ട് നേടാൻ വലിയ രീതിയിൽ തന്നെ വോട്ട് നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു നിരാശ ഉണ്ടായി. പക്ഷേ ലീഡ് ഉയർത്താൻ കഴിയുന്നു. പ്രതീക്ഷത്തിന് ഉണ്ടായില്ല എന്ന് മാത്രമാണ് ഒരു ആശങ്ക. എന്തായാലും 2376 വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. 2376 വോട്ടിന്. തൊട്ട് പിന്നിൽ എം സ്വരാജ് LDF സ്ഥാനാർത്ഥിയുണ്ട്. LDF-ന് ആശങ്കയില്ല. അവരുടെ മേഖലകൾ, ശക്തമായ മേഖലകൾ, അവർക്ക് ശക്തിയുള്ള മേഖലകളിലേക്ക് വരുന്നേ ഉള്ളൂ. എന്തായാലും അവിടെയെല്ലാം തന്നെ അവർക്ക് മേൽക്കൈ നേടാനാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് LDF-നെ സംബന്ധിച്ചുള്ളത്. ഇതിനിടയിൽ PV അൻവർ വോട്ട് പിടിക്കുന്നു. PV അൻവർ വോട്ട് നേടുന്നു. 5000 കടന്നിരിക്കുന്നു PV അൻവറിന്റെ വോട്ട് വിഹിതം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. 4 റൗണ്ട് എണ്ണുമ്പോൾ 230 വോട്ടിന്റെ ലീഡ് മാത്രമാണ് UDF-ന് അവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടെയൊക്കെ വലിയ പ്രതീക്ഷ UDF പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അവിടെ 230 വോട്ടിന്റെ ലീഡാണ് 4 റൗണ്ടിൽ എണ്ണിയ ബൂത്തുകളിലുള്ളത്. 2ാം റൗണ്ടിലാണ് കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു പ്രകടനം. 820 വോട്ടിന്റെ ഒരു ലീഡ് UDF-നെ സംബന്ധിച്ചുണ്ടായത്. അതിന് മുമ്പ് 419 വോട്ടാണ് ആദ്യ റൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ലീഡ്. 2ാം റൗണ്ടിൽ മാത്രമാണ് പ്രതീക്ഷിച്ചൊരു മുന്നേറ്റം UDF-ന് ഉണ്ടായിട്ടുള്ളത്. അടുത്തതിലേക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ അതിന്റെ ഫലം കൂടി വരാനിരിക്കുന്നു. 3ാം റൗണ്ടിൽ പക്ഷേ 200 വോട്ടിന്റെ ലീഡ് മാത്രമാണ് UDF-ന് ഉണ്ടായിട്ടുള്ളത്. അവിടെയൊക്കെ PV അൻവറിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF-ൽ ആ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ 2376 വോട്ടെന്ന നിലയിലേക്ക് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ 2000 വോട്ടെന്ന നിലയിലേക്ക് UDF എത്തുന്നു, വിജയിക്കും. പക്ഷേ ഒരുപക്ഷെ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തിലേക്ക് എത്തി വിജയിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ ഈ ചില പ്രതികരണങ്ങൾ, ഈ UDF-കാരുടെയൊക്കെ പ്രതികരണങ്ങൾ നിലമ്പൂരിൽ നിന്ന് കേട്ടത് 5000-ൽ താഴെ ഭൂരിപക്ഷമാണെങ്കിൽ അത് തങ്ങളൊരു തോൽവിയായിട്ട് കാണുമെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അത് നേരത്തെ റിയാസ് KM സൂചിപ്പിച്ചിരുന്നു. ഒരു 10000-ൽ താഴെയൊക്കെ ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്നതെങ്കിൽ അത് UDF-നെ സംബന്ധിച്ചൊരു തോൽവി തന്നെയാണ് എന്നുള്ളതാണ്. കാരണം PV അൻവർ കൂടുതൽ കരുത്തനാകും. കൂടുതൽ താൻ പറഞ്ഞതല്ലേ, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് എത്താമായിരുന്നല്ലോ, പക്ഷേ അത് നിങ്ങൾ കേട്ടില്ലല്ലോ എന്ന് അൻവറിന് പറയാൻ കഴിയും. അൻവറിന് ഇനി കൂടുതൽ ശക്തമായി തന്നെ വിലപേശാൻ കഴിയും. അൻവറിന് കുറച്ചുകൂടി, ഇന്നലെയൊക്കെ അൻവറിന് കോൺഫിഡൻസ് കുറച്ച് നഷ്ടപ്പെട്ടെങ്കിൽ അൻവർ ആ കോൺഫിഡൻസ് വീണ്ടും വിലപേശലിന് വരും. അൻവറിന്റെ ഉന്നം നമുക്കറിയാം, തുടക്കം മുതൽ VD സതീശനാണ്. VD സതീശനെ ലക്ഷ്യമിട്ട് കൂടുതൽ ആക്രമണങ്ങളിലേക്ക് PV അൻവർ വരുമെന്നുള്ളതിലൊന്നും തർക്കമില്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കണം. ആദ്യ 4 റൗണ്ടുകളാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. 19 റൗണ്ടുകളാണ് ഉള്ളത്. ഇനിയും റൗണ്ടുകൾ കിടക്കുന്നു. UDF-ന് ഏറ്റവും ശക്തിയുള്ള പഞ്ചായത്തുകളുണ്ട്, ബൂത്തുകളുണ്ട്. LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. നിലമ്പൂരിൽ ആർക്കൊപ്പം? നിലമ്പൂർ ഇപ്പോൾ ഭരിക്കുന്നത് LDF ആണ്. പക്ഷേ അവിടെയും UDF ഒരു ലീഡ് ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇക്കുറി UDF ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റി പരിധിയിൽ ഒരു ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ മനസ്സ് ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളതും ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം തന്നെയാണ്. ഏതായാലും 2376 വോട്ട് എന്ന നിലയിൽ ഇപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് പോകുന്നു. തൊട്ടു പിന്നാലെ LDF-ന്റെ M സ്വരാജ് തൊട്ടു പിന്നാലെ ഉണ്ട്. 13045 വോട്ടുകളാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് നേടിയതെങ്കിൽ ഇക്കുറി NDA-ക്ക് 1902 വോട്ടുകളാണ്. വോട്ടുകളിൽ NDA-യെ സംബന്ധിച്ച് കുറവുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വഴിക്കടവൊക്കെ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ളൊരു സ്ഥലം കൂടിയാണ്. മോഹൻ ജോർജിനെ ഇറക്കുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി NDA പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് വേണ്ടത്ര അതൊക്കെ കുറെ പോയിട്ടുണ്ട്. അതായത് BJP-ക്കും പ്രതീക്ഷിച്ചത്ര വോട്ടുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. BJP-യുടെ വോട്ടുകൾ കുറവുണ്ടായിട്ടുണ്ട്. നല്ല കുറവുണ്ടായിട്ടുണ്ട്. അത് PV അൻവറിലേക്ക് തന്നെ ആയിരിക്കും. അതും PV അൻവറിന്റെ വോട്ട് വിഹിതത്തിൽ കൃത്യമായ ഒരു കരുത്ത് PV അൻവർ കാണിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനമായി. അതോടൊപ്പം തന്നെ എന്തായാലും
2317 വോട്ടിന്റെ ഒരു ലീഡാണ് PV അൻവർ എടുത്തിട്ടുള്ളത്. എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞെങ്കിൽ പോലും അവർക്ക് പ്രതീക്ഷിച്ച ഒരു വോട്ട് വിഹിതം ലഭിച്ചില്ല എന്നതാണ് പറയേണ്ട കാര്യം. 2376 വോട്ടിലേക്ക് ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. എന്തായാലും പലയിടത്തും UDFന്റെ വോട്ടുകൾ അവിടെ ചോർന്നു എന്നതാണ് ഈ ഫലത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അവിടെയെല്ലാം തന്നെ PV അൻവറിന് മേൽക്കൈ നേടാനാകുന്നു. അതേസമയം തന്നെ ഈ തുടക്കത്തിൽ തന്നെ LDFന് വലിയൊരു നഷ്ടമുണ്ടാകുന്നില്ല എന്നതാണ് പ്രകടമാകുന്നത്. പക്ഷേ അവർക്ക് ലീഡ് എടുക്കാൻ കഴിയുന്നില്ല. ചെറിയൊരു ആശങ്കയുണ്ടെങ്കിൽ പോലും UDF ക്യാമ്പിന് കൃത്യമായ രീതിയിൽ അവർക്ക് തങ്ങൾക്ക് ലീഡ് എടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷ മുന്നേറ്റമില്ല എന്നത് മാത്രമാണ് ഒരു ആശങ്കയായിട്ട് നിൽക്കുന്നത്. 11,110 വോട്ട് ആര്യാടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്നു. തൊട്ട് പിന്നിൽ M സുരാജ് ഉണ്ട്. 2,376 വോട്ടിനാണ് ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്നത്. തൊട്ട് പിന്നിൽ M സുരാജ്, അതിന് പിന്നാലെ 5000-ലധികം വോട്ടുകൾ നേടി PV അൻവർ ഒരു ഫാക്റ്റായി, അൻവർ ഫാക്ട് എന്ന് പറയുന്ന പോലെ PV അൻവർ ഒരു ഫാക്റ്റായി അവിടെ നിൽക്കുന്നു. തൊട്ട് പിന്നിൽ ഏറ്റവും ഒടുവിലായി NDA സ്ഥാനാർത്ഥിയുമുണ്ട്. എന്തായാലും PV അൻവർ പിടിച്ച വോട്ടുകളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വളരെ നിർണായകമാകുമെന്നതാണ് പറയേണ്ടത്. 2,376ലേക്ക് ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് ഉയരുന്നു എന്നതാണ് പറയേണ്ടത്. എന്തായാലും 3 റൗണ്ടുകൾ പൂർത്തിയായി. 4ാമത്തെ റൗണ്ട് ഇപ്പോൾ തുടരുകയാണ്. എന്തായാലും വഴിക്കടവ് പഞ്ചായത്ത് പിന്നിട്ടു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. മറ്റു പഞ്ചായത്തിലേക്ക് കടക്കുന്നു എന്നതാണ് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ കടന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രതീക്ഷിച്ചൊരു മുന്നേറ്റം UDFന് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും അവിടെ 2,376 വോട്ടിന്റെ ഭൂരിപക്ഷം നേടാനായി UDFന് കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. കാളിദാസ്, അതെ തീർച്ചയായും UDFന് എന്നാലും പ്രതീക്ഷ മുന്നേറ്റം ഇല്ല എന്ന് പറയുമ്പോൾ ഈ ലീഡിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. 2,376 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് നിലവിൽ മുന്നിലാണ്. അവിടെ ഒരു അൻവർ ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അൻവർ ഫാക്ടറിൽ UDFന്ന് കുറെ വോട്ടുകൾ വന്നിട്ടുണ്ടെന്ന് UDF ക്യാമ്പും വിശ്വസിക്കുന്നു. അതോടൊപ്പം BJPയിൽ നിന്നും NDAയിൽ നിന്നും കുറെ വോട്ടുകൾ പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു UDFിനേക്കാളും കൂടുതൽ NDAയിൽ നിന്ന് ഒരുപാട് വോട്ടുകൾ അങ്ങോട്ട് ഈ PV അൻവറിലേക്ക് എത്തിയിട്ടുണ്ട്. PV അൻവർ അത്രയും കാലം നിലമ്പൂരിൽ ഉണ്ടായിരുന്നതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ ആണ് ശരിക്കും കാണാൻ സാധിച്ചത്. അല്ലെങ്കിൽ PV അൻവർ എത്ര കാലം, ഇപ്പം 2016 PV അൻവർ വലിയ 12,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. പിന്നീട് അത് 2,000 വോട്ടിന്റെ ഭൂരിപക്ഷമാകുന്നു. അന്നൊക്കെ LDF സ്വതന്ത്രനായിരുന്നു. ഇപ്പോൾ സ്വതന്ത്രനായി നിൽക്കുമ്പോൾ, കത്രിക ചിഹ്നത്തിൽ നിൽക്കുമ്പോൾ അപ്പുറത്ത് നിന്നുള്ള കത്രിക പൂട്ടിനെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് PV അൻവർ വലിയ രീതിയിൽ വോട്ട് പിടിച്ചു എന്നുള്ളതാണ്. NDAയിൽ നിന്നും കുറേ വോട്ടുകൾ ഇപ്പുറത്തേക്ക് എടുക്കുന്നു. UDFിൽ നിന്നും വോട്ടുകൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ PV അൻവറിന് സാധിച്ചു എന്നുള്ള ചർച്ചയടക്കം അവിടെ വലിയ രീതിയിൽ നടക്കുന്നു. പക്ഷേ UDF ഒട്ടും പുറകോട്ടില്ല, മുന്നേറ്റം അങ്ങനെ തുടരുന്നുണ്ട്. ഇപ്പോഴും 2,376 വോട്ടുകളുമായി, വോട്ട് ലീഡുമായിട്ടാണ് ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് വെക്കുന്നത്. 4ാം റൗണ്ട് അങ്ങനെ പുരോഗമിക്കുന്നു. 4 റൗണ്ട് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നുണ്ട്. 3ാം റൗണ്ട് വോട്ടെണ്ണിയപ്പോഴും ചെറിയൊരു ലീഡേ ഉള്ളൂ. 320 എങ്ങാണ്ട് ലീഡ് ആര്യാടൻ ഷൗക്കത്തിനുണ്ടായിരുന്നു. 230 അതെ, 890 രണ്ടാമത്തെ റൗണ്ടിൽ കിട്ടിയിരുന്നത്. കൂടാതെ ഇനിയിപ്പോൾ മൂത്തേടം പഞ്ചായത്താണ്. അവിടെ വ്യക്തമായ ലീഡ് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഒരു മുന്നേറ്റം ഉണ്ടാകൂ എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. എന്തായാലും 2,376 വോട്ടിന്റെ ഒരു മുന്നേറ്റം അവിടെ, അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം അവിടെ ആര്യാടൻ ഷൗക്കത്ത് നേടിയെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട കാര്യം. എന്തായാലും പലയിടത്തും UDF വോട്ടുകൾ ചോർന്നിട്ടുണ്ട്. അത് PV അൻവറിലേക്കാണ് പോയതെന്നതാണ് ഏറ്റവും പ്രധാനമായും പരിശോധിക്കേണ്ട ഒരു കാര്യം. എന്തായാലും ഒരു വ്യക്തമായ ഒരു ആധിപത്യം അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും ലീഡുന്നില്ല, പ്രതീക്ഷിച്ച അത്ര ഉയരുന്നില്ല എന്നത് തന്നെയാണ് UDFനെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യം. പക്ഷേ 2,376 വോട്ടിന് അവർ മുന്നിൽ നിൽക്കുന്നു. തൊട്ട് പിന്നിൽ M സുരാജ് LDF സ്ഥാനാർത്ഥിയുണ്ട്. അതിന് പിന്നാലെ 5000-ലധികം വോട്ടുകൾ നേടി PV അൻവർ ഉണ്ട്. അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് 2,376 വോട്ട് എന്ന ലീഡ് നിലയിൽ ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് പോകുന്നു. ഒപ്പം അൻവർ